സംഗീത വിസ്മയം തീർത്ത രാംഗോപാൽ ഹരീഷ്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടാൻ പറ്റിയതിനും. കാരണം ഞാൻ 16 വയസ്സ് വരെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യും, ഓർക്കസ്ട്രേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇപ്പൊ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ വ്യൂസ് ഒന്നും നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കത്തില്ല. പക്ഷെ അങ്ങനെ കുറച്ച് ചെയ്ത പാട്ടുകൾ കേട്ടിട്ടാണ് അനിൽ സാർ എന്നെ അപ്രോച്ച് ചെയ്തിരുന്നത്, ഇങ്ങനെ ഒരു പടം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ പടത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ റിയാലിറ്റിയാണ് പടം മൊത്തം കാണിക്കുന്നത്. അത് അതിന്റെ പറയുന്നുണ്ട്, ഫിലിം ഇസ് ബേസ്ഡ് ഓൺ ട്രൂ ലൈഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എടുത്തേക്കുന്ന രീതിയിലും നമ്മൾ ഒരു ജനലിൽ കൂടെ നമ്മൾ അവരുടെ ജീവിതം നമ്മൾ കാണുന്നു എന്നാണ് സത്യം പറഞ്ഞ പടം കാണുമ്പോൾ തോന്നുന്നത്. അതിന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും ശരി, അതിന്റെ ഓഡിയോ സൈഡ് ആണെങ്കിലും ശരി. ആൻഡ് സോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുമ്പോഴും നമുക്ക് എനിക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. ഞാൻ യൂക്കുലേലി, ഗിറ്റാർ ഇങ്ങനത്തെ കുറെ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം നമ്മൾ ഉപയോഗിച്ച് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മളൊരു മാസ് യൂഷ്വൽ പടങ്ങൾ കാണുന്ന ഒരു എക്സ്ട്രീം BGMs ഒന്നും വലുതായിട്ടില്ല. പക്ഷെ ഉള്ളതെല്ലാം നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള സീനുകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു. അതുപോലെ അതിന്റെ പാട്ടുകളിലും അതേ റിക്വയർമെന്റ്സും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഓരോന്ന് ചെയ്തു. അതിന്റെ 2 പാട്ടിന് ആക്ച്വലി സിംഗേഴ്സിന് അവാർഡും കിട്ടിയായിരുന്നു. പുലരി പാറ്റും എന്ന് പറഞ്ഞൊരു നമ്മുടെ സിനിമയിൽ രണ്ടാമത്തെ പാട്ടിന് ആക്ച്വലി ഹരീഷ് സഞ്ജയന് പൂവച്ചൽ ഖാദർ ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സിന്റെ ബെസ്റ്റ് ഡെബ്യൂ മെയിൽ സിംഗർ അവാർഡ് കിട്ടിയിരുന്നു. കടിഞ്ഞു നാവിൽ മധുരനാമ കുറിവരച്ചവനേ, അറിയാതെന്തേ നീ മറന്നീ തണലിനെ, പകലറുതിച്ചിതയിലെറിയാൻ ചമതയായി പോണേ, നടവരമ്പിൽ നടനമാടാൻ തെയ്യമാകുന്നേ. അതുപോലെ തന്നെ ആതിര മുരളി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ സിംഗർ ഉണ്ട്. പുള്ളിക്കാരിക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ക്രിട്ടിക്സിനും ബെസ്റ്റ് സിംഗർ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ മലബാർ ഫിലിം ഫെസ്റ്റിവലിലും അവാർഡ് കിട്ടിയിരുന്നു വിജനതയിൽ എന്ന് പറഞ്ഞൊരു സോങ്ങിന്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ ടാലന്റഡ് ആയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചവരാണെങ്കിലും ആതിര ചേച്ചി ആണെങ്കിലും അരുൺ ചാനാണ്, ജിഷ്ണു ചാനാണ്, എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിറിക്സ് ലോറൻസ് സാറ് ഞാനും ലോറൻസ് സാറും ഒരേ വേവ് ലെങ്ത്തിൽ എപ്പോഴും പോകുന്നത്. കാരണം ഞാൻ ഒരു ട്യൂൺ ജസ്റ്റ് മൂളിക്കൊടുത്ത സാർ അതിന് അനുസരിച്ച് കറക്റ്റ് മീറ്ററെങ്കിൽ ചെയ്യും. എനിക്ക് വേറെ ഒരു കറക്ഷനും ചെയ്യേണ്ടി വന്നിട്ടില്ല അതിൻ്റെ അകത്ത്. സോ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമ ഒരു റിയാലിറ്റിയാണ്. അത് വീഡിയോ വൈസ് ആണെങ്കിലും ഓഡിയോ വൈസിലും ഭയങ്കര റിയാലിറ്റി ഫോക്കസ് ആണ്. കാരണം പടത്തിൽ നമ്മൾ മ്യൂസിക്കും അതിനും ഉപരിയായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോളി ഭയങ്കര ഇതാണ്. ചിത്രാഞ്ജലി ആയിരുന്നു ഫോളി മിക്സിംഗ് ഒക്കെ ചെയ്തത്. ശങ്കർ ദാസ് എന്ന് പറയുന്ന ഒരു ഓഡിയോ എഞ്ചിനീയർ ഉണ്ട് ചിത്രാഞ്ജലിയിൽ. ശങ്കർ ചേട്ടനിലേക്ക് എനിക്ക് ഒരു ഹ്യൂജ് താങ്ക്സ് ഉണ്ട്. കാരണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഇമേഴ്സീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. പടം വിഷ്വലി 3D അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ ഒരു 3D ഓവറോൾ 3D എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. സോ അങ്ങനത്തെ കുറെ ടാലന്റഡ് ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഐ എം റിയലി ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്ട്. താങ്ക് യു സോ മച്ച്.